നമസ്കാരം. ഞാൻ സദാശിവൻ. PSCയുടെ ഒരു ചോദ്യോത്തര ചർച്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ബുക്കും പേനയും എടുത്ത് കയ്യിൽ വെക്കുക. നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി കുറിച്ച് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വിശദീകരണം കണ്ടെത്താം. ഒപ്പം തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി അത് തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണത്. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും എന്ന് മാത്രമാണ് നമ്മൾ ഇക്കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ക്ലാസ്സിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ആണവപരീക്ഷണം നടത്തിയപ്പോൾ വിമർശിക്കാതിരുന്ന UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2-3 ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന്, ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയത് എപ്പോഴൊക്കെയാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിൽ ഒന്ന് 1974. 1974. രണ്ടാമത്തത് 1998. ഇങ്ങനെ 2 വർഷങ്ങളിലായിട്ടാണ് നമ്മൾ ആദ്യം ആണവ പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ഈ 2 ആണവ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ 98 ആണവ പരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോൾ നമുക്കെതിരെ ഒരു ലോകത്തിലെ വൻ ശക്തികൾ പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമുക്കെതിരെ ഒരുപാട് നിരോധനങ്ങൾ വരണം എന്നൊക്കെ ആവശ്യപ്പെട്ട രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാണ് ചോദിച്ചിരിക്കുന്നത്. രക്ഷാസമിതിയിൽ മൊത്തം 15 അംഗങ്ങളാണ്. അതിൽ 5 അംഗങ്ങൾ സ്ഥിരാംഗങ്ങളാണ്, ബാക്കി 10 പേർ താൽക്കാലിക അംഗങ്ങളാണ്. ആ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷത്തേക്ക് മാത്രമാണ്. ഈ ആദ്യ 5 അംഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ചൈന, UK, ഇങ്ങനെ 5 രാജ്യങ്ങളാണ് അവിടെ വരുന്നത്. ബ്രിട്ടൻ. ഇത് നമുക്കൊരു കോഡിലൂടെ നമുക്ക് ആദ്യം പറയാം. അതിനു മുമ്പായിട്ട് തന്നെ ആൻസർ ഞാനങ്ങ് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ പോകാൻ നമുക്ക് ഫ്രാൻസ് ആയിരുന്നു നമ്മളെ അനുകൂലിച്ച അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്ന രാജ്യം ആണ്. ഇവിടെ ആദ്യം ഈ രാജ്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു കോഡുണ്ട് നമുക്ക്. ഇവിടെ നോക്കെ ക്രാബ് എഫ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്രാബ് എഫ് അത് സ്ഥിരാംഗങ്ങളുടെ ആണ് പറയുന്നത്. ആ സ്ഥിരാംഗങ്ങൾ വന്നിരിക്കുന്ന ക്രാബിൽ C ചൈന, R റഷ്യ, A അമേരിക്ക, B ബ്രിട്ടൻ, F ഫ്രാൻസ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ക്രാബ് എഫില് നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരുന്നാലും ഇത് മാറി തിരിഞ്ഞുപോകാൻ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അങ്ങ് സ്ഥിരാംഗം ആയിട്ടില്ലാത്ത രാജ്യമേത്, അല്ലെങ്കിൽ സ്ഥിരാംഗത്തിൻ്റെ പട്ടികയിൽ ഇല്ലാത്ത രാജ്യമേത്, ഉള്ള രാജ്യമേത് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ നമുക്ക് പറയാം ചൈന, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. എന്നാൽ 2025-26 കാലയളവിൽ അവിടെ വന്നിരിക്കുന്ന താൽക്കാലിക അംഗങ്ങളുടെ പേര് കൂടി നമുക്ക് നോക്കിക്കളയാം. 1 അൾജീരിയ ആണ്, 2 സിയർലിയോൺ, 3 സോമാലിയ, 4 റിപ്പബ്ലിക് ഓഫ് കൊറിയ, 5 പാകിസ്ഥാൻ, സ്ലോവേനിയ, ഗയാന, പനാമ, ഡെൻമാർക്ക്, ഗ്രീസ്. ഇത്രയും 10 രാജ്യങ്ങൾ അവരുടെ താൽക്കാലിക അംഗമായി എവിടെ വന്നിട്ടുണ്ട്? സെക്യൂരിറ്റി കൗൺസിലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക്, ആ വന്നിരിക്കുന്ന ആണവ പരീക്ഷണം 2 പ്രാവശ്യമാണ് നമ്മൾ നടത്തിയത്. അതിൽ ഒന്ന് 1974-ലും രണ്ടാമത്തത് 1998-ലുമാണ്. 98-ൽ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിതുണ്ടാവുന്നത്. 98-ൽ 5 പരീക്ഷണങ്ങളാണ് നമ്മൾ നടത്തിയത്. 74-ൽ ഒറ്റ പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഇതാ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതേ? അവിടെ ശ്രദ്ധിക്കുക, താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ PSC പരീക്ഷയിലെല്ലാം തന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് അതിൽ ശരിയല്ലാത്തത് ഏത് അല്ലെങ്കിൽ ശരി ഏത് എന്നായിരിക്കും. ചിലപ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയല്ലാത്തതുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ മൊത്തവും ശരിയായിരിക്കാം. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന എന്താണ് നമുക്കൊന്ന് നോക്കാം. നേപ്പാൾ സാർക്കിൽ അംഗമാണ്, 2 ചൈന സാർക്കിൽ അംഗമാണ്, റഷ്യ സാർക്കിൽ അംഗമാണ്, ഭൂട്ടാൻ സാർക്കിൽ അംഗമാണ്.
ഓക്കെ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ആണ്, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇത് കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ സാർക്കിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് നമ്മൾ നേരത്തെ പഴയ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കോഡിലൂടെ തന്നെ നമുക്കിത് പഠിക്കാം. സ്പെയിൻ MBBS 1985 ഡിസംബർ 8, 9 തീയതികളിലായിട്ടാണ്. 9 ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ആരംഭിക്കുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1985 ഡിസംബർ 9 തീയതിയാണ്. എന്താരംഭിക്കുന്നത്? സാർക്ക് സ്ഥാപിതമായത്. അപ്പോൾ സാർക്ക് സ്ഥാപിതമായ വർഷം എന്നാണ്? സാർക്ക് സ്ഥാപിതമായത് എന്നാണ്? 1985. അതിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് പാകിസ്ഥാനാണ്. നമുക്കറിയാം ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. 2 അഫ്ഗാനിസ്ഥാൻ, 3 ഇന്ത്യ, 4 നേപ്പാൾ, 5 മാലിദ്വീപ്, 6 ബംഗ്ലാദേശ്, 7 ഭൂട്ടാൻ, 8 ശ്രീലങ്ക. അങ്ങനെ 8 രാജ്യങ്ങളാണ്. അപ്പോൾ 8 രാജ്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ പറയുകയാണ്, ഈ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ ചേർത്ത് പറയുകയാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്, അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ, ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി, നേപ്പാളിന്റെ കാഠ്മണ്ഡു, മാലിദ്വീപ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാലിയാണ്. പക്ഷേ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏഷ്യൻ കൺട്രിയാണ്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക, ഭൂട്ടാൻ്റെ തലസ്ഥാനം തിമ്പു, ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു, നോക്കിയാൽ ആ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ നമുക്ക്. ശരിയല്ലാത്തത് നേപ്പാൾ ഉണ്ടായിരുന്നോ? ഓക്കെ, ചൈന ഉണ്ടായിരുന്നോ? റഷ്യ ഉണ്ടായിരുന്നോ? ഭൂട്ടാൻ ഉണ്ടായിരുന്നോ എന്നൊരിക്കൽ കൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നേപ്പാളുണ്ട്, ചൈന ഇവിടെ എങ്ങും വന്നിട്ടില്ല. അടുത്തത് നേപ്പാൾ സാർക്കിൽ അംഗമാണ്, ചൈന സാർക്കിൽ അംഗമാണ്, റഷ്യ സാർക്കിൽ അംഗമാണ്, ഭൂട്ടാൻ. അപ്പം നോക്കാം, ചൈന അംഗമല്ല. ഭൂട്ടാൻ അംഗമാണോ എന്ന് നോക്കാം നമുക്കല്ല, റഷ്യ അംഗമാണോ എന്നൊക്കെ. റഷ്യ അംഗമല്ല. അപ്പോൾ റഷ്യ അവിടെ നമുക്ക് അംഗമല്ല എന്ന പട്ടികയിൽ നമുക്ക് ഏതിനെ കൊടുക്കാം? റഷ്യയെ കൊടുക്കാം. ഇനി ഭൂട്ടാൻ ഉണ്ടോ എന്നൊക്കെ. ഭൂട്ടാൻ അംഗമാണ്. അപ്പോൾ വന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണ് വന്നിരിക്കുന്നതൊക്കെ? 2 രാജ്യങ്ങളുടെ പേരുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ചൈനയും റഷ്യയുമാണ്. 2, 3 അംഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ കോളത്തിൽ നമുക്ക് ഏത് കൊടുക്കാം? ഏതാണ്? പി. 2, 3. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓക്കെ, ഇവിടെ അതേ കണക്കുള്ള നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ പുതിയ PSC ചോദ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ശരി ഏത്, തെറ്റേത്, അല്ലെങ്കിൽ ശരിയല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കുകയാണ്. നമുക്കല്ല ഒരു സംശയം ഉണ്ടാവും, ഇതേതാ ശരിയായത്? നമ്മൾ ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞുകൊണ്ട്? ഇതവിടെ നോക്കേ, നമ്മൾ സാധാരണ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ പഞ്ചലോഹത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈയം പഞ്ചലോഹമാണ്, സ്വർണം, വെള്ളി എന്നിവ പഞ്ചലോഹങ്ങളാണ്, ഇരുമ്പ്, വെള്ളി എന്നിവ പഞ്ചലോഹങ്ങളാണ്, ചെമ്പ്, അലൂമിനിയം എന്നിവ പഞ്ചലോഹങ്ങളാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഇത് കാണുമ്പോൾ ഒരു ഗോൾഡ് കളറിലൊക്കെയാണ് നമ്മൾ കാണപ്പെടുന്നത്. ചെമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് കളറാണ്, ഗോൾഡ് അത് തന്നെയാണ്. പിന്നെ നോക്കിയാൽ ബാക്കി എന്തൊക്കെയാണ് ചേരുന്നു നമുക്ക് നോക്കാം. ഈയം പഞ്ചലോഹമാണ്, പഞ്ചലോഹങ്ങളിൽ പെട്ടവയാണ് ഈയം. സ്വർണം, വെള്ളി എന്നിവ പഞ്ചലോഹങ്ങളാണ്, ഇരുമ്പ്, വെള്ളി എന്നിവ പഞ്ചലോഹങ്ങളാണ്, ചെമ്പ്, അലൂമിനിയം എന്നിവ പഞ്ചലോഹങ്ങളാണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഇതിൻ്റെ ആൻസർ തെറ്റായ പ്രസ്താവന ഏതാണ്, ശരിയല്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് 4ാമത്തെ പ്രസ്താവനയാണ്. അതിനൊരു കോഡുണ്ട് നമുക്കിത് ഓർത്തിരിക്കാൻ. ഇതവിടെ നോക്കേ, SIക്ക് LKGക്കാരൻ കൂട്ട്.
SIക്ക് LKGക്കാരൻ കൂട്ട്. S സിൽവർ വെള്ളിയാണ്. അയൺ ഇരുമ്പാണ്. L ലെഡാണ്. EM K കോപ്പർ ചെമ്പ്. G ഗോൾഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണിത്. SIക്ക് LKGക്കാരൻ കൂട്ട്. ഇനി ഒരിക്കലും നമ്മൾ മറക്കരുതും. ഇവിടെ ഒരു കാരണവശാലും പഞ്ചലോഹ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ, പഞ്ചലോഹങ്ങൾ എന്ന് പറയുന്നത് സിൽവർ, അയൺ, ലെഡ്, കോപ്പർ, ഗോൾഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റിനകത്ത് ഒരു ഓപ്ഷൻ തെറ്റി വന്നിരുന്നത് ഏതായിരുന്നു? അലൂമിനിയം. അവിടെ നോക്കേ, അലൂമിനിയം എന്നിവ പഞ്ചലോഹങ്ങളാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ഒരിക്കലും ചെമ്പും അലൂമിനിയവും എന്തല്ല. ചെമ്പ് പഞ്ചലോഹത്തിനകത്ത് വരുന്നതാണ്. അലൂമിനിയം ഏതല്ല? പഞ്ചലോഹം അല്ല. അതായത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ടൂർ പോകാനൊന്നും വന്നതല്ല. ഗാന്ധിജി കേരളത്തിൽ 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോന്നിനും എന്തെങ്കിലും കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. ആ വന്നിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായി എത്തിയത് എന്നാണ്, എന്തിനു വേണ്ടിയാണ് വന്നത്, ഇതാണ് ചോദ്യം. പല കാര്യമുണ്ട്. ഒന്ന്, ശ്രീനാരായണ ഗുരുവിനെ ഒരിക്കൽ സന്ദർശിച്ചു. വേറൊരു പ്രാവശ്യം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് എത്തിച്ചേർന്ന അദ്ദേഹം ഹരിജനോദ്ധാരണത്തിനായി എത്തിയിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തെത്തിയിരുന്നു. തെക്കേ ഇന്ത്യൻ പര്യടനം. ഇങ്ങനെ 5 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഈ 5 കാരണവും കറക്റ്റാണ്. പക്ഷേ ആദ്യമായി കേരളത്തിൽ വന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ പലപ്പോഴും നമ്മളറിയാം, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധി വന്ന് കണ്ടിട്ടുണ്ടല്ലോ, അപ്പം സ്വാഭാവികമായും അതാണോ? ഖിലാഫത്തിന് വന്നിട്ടുണ്ടല്ലോ, ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുണ്ടല്ലോ, തെക്കേ ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ടല്ലോ, ഹരിജനോദ്ധാരണം, ഇതെല്ലാം ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ 5 വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൽ 1, 2, 3 എന്ന ഓർഡറിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം അദ്ദേഹം ഇവിടെ എത്തുന്നത്. അവിടെ നോക്കേ, 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി എവിടെ എത്തിച്ചേർന്നു? കോഴിക്കോട് എത്തിച്ചേർന്നു. അപ്പം 3 ഉത്തരങ്ങൾ അവിടെ കിട്ടുവാണ് നമുക്ക്. ആദ്യമായി ഗാന്ധിജി കേരളത്തിലെത്തിയത് 1920 ഓഗസ്റ്റ് 18-നാണ്. എവിടെയാണ് എത്തിയത്? കോഴിക്കോടാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരെത്തുന്നത്? ഗാന്ധിജി വരുന്നത്. രണ്ടാമതൊക്കെ 1925 മാർച്ച് 8-ാം തീയതി, 8, 19 തീയതികളായിട്ട് പറയുന്നത്. 8-നും 19-നും ഇടയിലായിട്ടാണെന്ന് പറയുന്നത്. 1925 ഡേറ്റ് മാർച്ച് 8-ാം തീയതി ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം കണ്ടു. ഇതാണ് രണ്ടാമത്തെ സംഭവം. 1927 ഒക്ടോബർ 9-ന് തെക്കേ ഇന്ത്യൻ പര്യടനത്തിൽ 9 മുതൽ 15 വരെ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തി. 1934 ജനുവരി 10 മുതൽ 22 വരെ ഹരിജനോദ്ധാരണവുമായി ബന്ധപ്പെട്ടെത്തി. 1937 ജനുവരി 12 മുതൽ 21 വരെ ക്ഷേത്ര പ്രവേശന വിളംബര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആര് സന്ദർശിച്ചു? ഗാന്ധി സന്ദർശിച്ചു. അപ്പോൾ ഗാന്ധിജി കേരളത്തിൽ എത്ര പ്രാവശ്യം എത്തി? 5 പ്രാവശ്യം വന്നിരുന്നു. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യം വന്നത് എന്താവശ്യത്തിനായിരുന്നു എന്നായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുകയാണ് അവസാനം എത്തിയതെന്നാണ്. 1937 ആദ്യം എത്തിയതെന്നാണ്. 1920 ആദ്യം വന്ന ആവശ്യം എന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. എവിടെയാണ് എത്തിയത്? കോഴിക്കോടാണ്. ഇനി ഹരിജനോദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് ഏത് വർഷത്തിലാണ്? 1934. തെക്കേ ഇന്ത്യൻ പര്യടനവുമായി എത്തപ്പെട്ടത് 1927. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1925-ലാണ്. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ നമുക്കവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. GST നിലവിൽ വന്ന തീയതി എന്നാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ വിവാദമായ കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന ടാക്സിൻ്റെ ഒരു വീതം നമുക്ക് കിട്ടുന്നില്ലെന്ന് നമ്മൾ പരാതി പറയുന്നു. സാധനം മേടിക്കാൻ കടയിൽ ചെന്ന് കഴിഞ്ഞിരുന്നാൽ GST എന്ന ഇനത്തിൽ നമ്മൾ മേടിക്കുന്നു, സർവീസ് ടാക്സ് എന്ന രീതി മേടിക്കുന്നു, പല രൂപത്തിൽ നമ്മൾ ടാക്സ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ GST സംവിധാനം ഇവിടെ വന്നപ്പോൾ വിൽപ്പന നികുതി ഇല്ലാതായി, അത് മറ്റൊരു രൂപമായി മാറപ്പെട്ടു. ആ GST സംവിധാനം നമുക്കിവിടെ വന്നത് 2017-ലാണ് GST സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കപ്പെടുന്നത്. 2017-ലാണ് GST സംവിധാനം വരുന്നത്.
അതേസമയം ഇന്ത്യയിലെ കസ്റ്റംസ് ഡ്യൂട്ടി നടപ്പാക്കുന്നത് 1962-ലാണ്. 1962 കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നു. സെയിൽ ടാക്സ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് 1953. അപ്പോൾ GST വന്നത് എന്നാണ് മക്കളെ? 2017-ലാണ്. കസ്റ്റംസ് ഡ്യൂട്ടി 1962-ലും സെയിൽസ് ടാക്സ് 1953-ലുമാണ്. ഓക്കെ. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, അവിടെ ഹെൽപ്പ് ലൈൻ എന്നാണ് ഓർമ്മയാണ്. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്തോണം, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അത് നമുക്കറിയാം, നമ്മൾ പലരും പൊതുപ്രവർത്തകരും അല്ലാത്തൊരു ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കേണ്ട ചില നമ്പേഴ്സുകളുണ്ട് നമുക്ക്. അതിൽ ഒരുപാട് പേരുടെ നമ്പേഴ്സ് വരാം. ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ കറണ്ട് പോയി നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ അടിയന്തരമായി വിളിക്കാനുള്ള ഒരു നമ്പറുണ്ട്. ഇതെല്ലാം ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ എമർജൻസി നമ്പറുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് നമുക്ക് ആകെ അറിയാവുന്ന 100, 101, 102, 103 ഇങ്ങനെ 3-4 നമ്പേഴ്സ് അറിയാമായിരുന്നു. അതൊക്കെ മാറി. അതൊക്കെ ചിലതൊക്കെ നിലവിലുണ്ട്. എങ്കിലും ഏറ്റവും അടിയന്തരമായി അറിയേണ്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അവിടെ നമുക്ക് നോക്കാം. അത് എന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം. ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്നുള്ളത് നോക്കേ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1091-181. രണ്ടാണ് 1091 1091 അല്ലെങ്കിൽ 181. ഏത് വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഏതെങ്കിലും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിൽ റോഡിലൂടെ നടന്നു പോകുമ്പോഴോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ അല്ലെങ്കിൽ ഒരു പേടി തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ഈ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ഓർത്തിരിക്കുക നിങ്ങൾ. 1091-180. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന 1098. അപ്പോൾ 1091 വനിതാ ഹെൽപ്പ് ലൈനും ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന 1098. ഇനി ഫ്ലഡ് ആൻഡ് ഡിസാസ്റ്റർ ഹെൽപ്പ് ലൈൻ. പലപ്പോഴും ഫ്ലഡ് ഉണ്ടാവാം അപ്രതീക്ഷിതമായിട്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആ ഫ്ലഡ് നമ്മൾ കണ്ടതാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു, വെളുപ്പാങ്കാലാകുമ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നു. നമുക്കിത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. വേറെ ഒരു മാർഗവുമില്ല, വേറെ ടെലിഫോണിൽ നിന്ന് കിട്ടുന്നില്ല നമുക്ക്. എങ്കിൽ പോലും നമുക്ക് ഏറ്റവും നമ്പറുകളൊക്കെ ഓർത്തിരിക്കാൻ ഡയറി എല്ലാം ഒഴുകിപ്പോയി. ഇനി നമുക്ക് നമ്പറൊന്നുമില്ല. പിന്നെ നമ്മൾ ഓർത്തിരിക്കാനുള്ള നമ്പറാണെന്നൊക്കെ 1077 1078. 1077 എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലഡ് ഡിസാസ്റ്റർ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഇനി ഇതൊക്കെ ഉപരിയായിട്ട് പിങ്ക് പോലീസ് ഉണ്ട്. നമുക്കറിയാം, റോഡിലൂടെ ഒരു ടാക്സിക്കകത്ത് പിങ്ക് പോലീസ്, വനിതാ പോലീസ്, ആ പിങ്ക് കളറിലുള്ള പോലീസ് അല്ലെ വാഹനത്തിൽ ആ പിങ്ക് പോലീസ് ഉണ്ട്. നിങ്ങൾ എവിടെയും സംരക്ഷിക്കാൻ വേണ്ടി ദേശീയപാതയിലും അല്ലാതെ പിങ്ക് പോലീസ് ഉണ്ട്. വനിതകളാണ് അതിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പ് അവരിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ പിങ്ക് പോലീസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന 1515 ആണ്. അപ്പോൾ ആ നമ്പറുകൾ ഒന്നിരിക്കൊടുത്തൊക്കെ വനിതാ ഹെൽപ്പ് ലൈൻ 1091-181, ചൈൽഡ് ഹെൽപ്പ് ലൈൻ 1098, ഫ്ലഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന 1077 1078, പിങ്ക് പോലീസ് 1515. ഇനി വൈദ്യുതി ഹെൽപ്പ് ലൈൻ ഉണ്ട് 1012. 1012 എന്ന് പറഞ്ഞിരിക്കുന്ന ആ വൈദ്യുതി ഹെൽപ്പ് ലൈനിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഡയലേ ഡോക്ടർ 1056. ഈ ഡയലേ ഡോക്ടർ അപ്പോൾ എമർജൻസി ആയിട്ട് ഡോക്ടർ നമ്മൾ ബ്രിട്ടനിലൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ നമുക്ക് സാധാരണ പ്രായമായി കഴിഞ്ഞാൽ അവിടെ വീട്ടിലിരുന്നുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഡോക്ടർമാർ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഡയൽ ചെയ്യുക, ആംബുലൻസ് വരുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ തന്നെ കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും കാരണവശാൽ എമർജൻസി ഡോക്ടറെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയലേ ഡോക്ടർ നമ്പർ 1056 വിളിക്കുക. കറണ്ട് പോയാൽ ഏതിൽ വിളിക്കുക? 1012 വിളിക്കുക. നിങ്ങൾ സാധാരണ KSEBയുടെ ഓഫീസിലേക്കൊന്നും വിളിച്ചാൽ അന്ന് കിട്ടണമെന്നില്ല, 2 ദിവസം കഴിയും ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ പിറ്റേന്നാവും മഴയാണെന്നൊക്കെ അവർ പറയും. പക്ഷേ 1012 നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. അവരോടൻ തന്നെ നിങ്ങളുടെ വൈദ്യുതി ഓഫീസിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം കറണ്ട് വന്നിട്ടുണ്ടോ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് അവർ നിങ്ങളോട് അന്വേഷിക്കും. അപ്പോൾ നോക്കെ ഈ പ്രധാനപ്പെട്ട നമ്പേഴ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1091-181, ചൈൽഡ് ഹെൽപ്പ് ലൈൻ 1098, ഫ്ലഡ് ഡിസാസ്റ്റർ ഹെൽപ്പ് ലൈൻ 1077 1078, പിങ്ക് പോലീസ് 1515, വൈദ്യുതി ഹെൽപ്പ് ലൈൻ 1018, ഡയൽ എ ഡോക്ടർ 1056. അപ്പോൾ നമ്മുടെ ചോദ്യം ഏതായിരുന്നു മക്കളെ? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതായിരുന്നു എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അത് ഏതാണ്? 1098. ഇതാണ് ഏത്? ചൈൽഡ്
ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആയിരുന്നു. ഇപ്പം നമ്പറെല്ലാം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ. നമുക്കറിയാം, കേശവദേവ് അറിയപ്പെടുന്ന സാഹിത്യകാരൻ, മലയാള സാഹിത്യകാരനാണ്. അദ്ദേഹം രചിച്ച നോവലാണ് അതിനകത്ത് പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോവൽ, അദ്ദേഹത്തിൻ്റെ നോവൽ ഏതാണെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഉലക്ക എന്നതാണ് ആ ചോദ്യം. ഇനി അതിൻ്റെ തന്നെ കുറച്ചുകൂടി ചെറിയൊരു വിശദീകരണം നമുക്ക് തരാം. കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ്. ചിലപ്പോൾ ചോദിക്കാം, കേശവദേവിൻ്റെ ആത്മകഥ ഏത്? എതിർപ്പ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികളുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 കൃതികൾ മാത്രമേ നമ്മളിവിടെ എഴുതുന്നുള്ളൂ. ഒന്ന് ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, കണ്ണാടി, ഞുണ്ടിയുടെ കഥ. ഞുണ്ടിയുടെ കഥയല്ല, ഞുണ്ടിയുടെ കഥ. ഇങ്ങനെയുള്ള കൃതികൾ എഴുതിയിരിക്കുന്ന വ്യക്തി ആരാണ്? പി കേശവദേവാണ്. പഴയ PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഈ പുസ്തകങ്ങൾ എഴുതി, ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകം തന്നിട്ട് ഇത് എഴുതിയത് ആരാണ് എന്ന് ചോദ്യമുണ്ടാകാം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി എക്സിം ബാങ്ക് സ്ഥാപിച്ച വർഷം ഏത് എന്നാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് സ്ഥാപിച്ച വർഷം 1982 സോറി, ചെക്ക് ചെയ്തോട്ടെ. യെസ്, 1982. ഇവിടെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. 1969 ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. 1969 ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷമാണ്. ആദ്യം 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്ന വർഷമാണ് 1969. 1955 എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്ന വർഷമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് തരികയാണ്. 1935 RBI ആരംഭിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. അപ്പോൾ 1935 RBI ആരംഭിച്ചു, 1955 SBI ആരംഭിച്ചു. അതുപോലെ തന്നെ 1969 ബാങ്ക് നാഷണലൈസേഷൻ, ദെൻ ബാങ്ക് നാഷണലൈസേഷൻ, ദെൻ 82 ഏതാരംഭിക്കുന്നത്? എക്സിം ബാങ്ക് ആരംഭിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമ്മളിത് അടുത്ത ചോദ്യം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന എന്നാണ്. പ്രതിപാദിക്കുന്ന എന്നതൊരു ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ അനുച്ഛേദം 164, അനുച്ഛേദം 243 എന്ന് കുറേ തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ 243 ഏത്? ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചുള്ള അനുച്ഛേദം. ഇവിടെ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ആദ്യ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ബുക്കിനകത്തേക്ക് ഇത് കുറിക്കുക. അത് കുറിക്കാനിടയ്ക്ക് പറയുന്ന സമയത്ത് വിട്ടുപോയിട്ടുള്ളവർ വീണ്ടും വീണ്ടും അത് നോക്കി കുറിക്കുക, കുറിച്ച് പഠിക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5-6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടും എന്ന് നമുക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ഇനി വരുന്ന PSC പരീക്ഷകൾക്കെല്ലാം തന്നെ വളരെ അത്യാവശ്യമുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.